1 രൂപയ്ക്ക് ഈ ഇന്ത്യ മഹാരാജ്യത്ത് എന്ത് കിട്ടും? ചിലപ്പോൾ വല്ല നാരങ്ങ മിഠായി കിട്ടുമായിരിക്കും. അതോ ഇപ്പോൾ വില കൂടിയോന്ന് എനിക്കറിയില്ല. 1 രൂപയ്ക്ക് 1 സെന്റ് ഭൂമി കിട്ടുമോ? പോട്ടെ, 1/2 സെന്റ് ഭൂമി കിട്ടുമോ? കിട്ടും. 1 സെന്റും അല്ല, 1/2 സെന്റും അല്ല, ഏക്കർ കണക്കിന് ഭൂമി കിട്ടും. 1 രൂപയ്ക്ക് 1050 ഏക്കർ ഭൂമി കിട്ടും. എവിടെ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്ത് 1 രൂപയ്ക്ക് നിങ്ങൾക്ക് 1050 ഏക്കർ ഭൂമി കിട്ടും. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല. ഇത് നിങ്ങൾ ഗൂഗിളിലൊക്കെ പോയി സെർച്ച് ചെയ്ത് നോക്കിയാൽ കൃത്യമായിട്ട് ഇതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. 1 രൂപ കൊടുത്താൽ മതി. ബീഹാറിലെ ഭഗൽപൂർ ജില്ലയിൽ 1 രൂപയ്ക്ക്, അത് സാധാരണക്കാർക്കൊന്നും കിട്ടില്ല. ഞാനോ നിങ്ങളോ പോയാൽ 1 രൂപയ്ക്ക് ഏക്കർ കണക്കിന് ഭൂമി കിട്ടില്ല. അത് പോകേണ്ടത് ആരായിരിക്കണം? അദാനി ആയിരിക്കണം. അദാനി പോയാൽ 1 രൂപയ്ക്ക് 1050 ഏക്കർ സർക്കാർ ഭൂമി കേന്ദ്ര സർക്കാർ അദാനിക്ക് നൽകുകയാണ്. 33 വർഷത്തേക്കാണ് പവർ പ്ലാന്റ് നൽകാനായി അദാനിക്ക് കേന്ദ്ര സർക്കാർ ഈ ഭൂമി പതിച്ചു നൽകുന്നത്. 1 രൂപയ്ക്ക് 1050 ഏക്കർ ഭൂമി. അതായത് ബീഹാറിൽ ഒരുപാട് കർഷകരുണ്ട്, ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്, ജീവിക്കാൻ ഗതിയില്ലാതെ വീടില്ലാതെ നടക്കുന്നവരുണ്ട്. അത്രമാത്രം വലിയ രീതിയിലുള്ള എന്താ പറയുക, സാധാരണക്കാരായ ആളുകൾ ബീഹാറിലുണ്ട്. ഇവരെ ഒന്നും വകവയ്ക്കാതെ, ഇവരുടെ പ്രതിഷേധങ്ങൾക്കൊന്നും മുഖവിലേക്കെടുക്കാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദാനിക്ക് ഈ ഭൂമി പതിച്ചു നൽകിയ സമയത്ത് നരേന്ദ്രമോദി ബീഹാർ സന്ദർശിച്ചപ്പോൾ അവിടെ ഈ പ്രതിഷേധമുണ്ടാക്കിയ ജനങ്ങളെ മുഴുവൻ വീട് തടങ്കലിലാക്കി, കരുതൽ തടങ്കലിലാക്കി എന്നാണ് പറയുന്നത്. തരിശു ഭൂമിയോ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഭൂമിയോ അല്ല ഈ 1050 ഏക്കർ ഭൂമി എന്ന് പറയുന്നത്. ഈ 1050 ഏക്കർ ഭൂമി എന്ന് പറയുന്നത് ഒരുപാട് മാന്തോപ്പുകളുള്ള തേക്ക, ഈട്ടി, അങ്ങനെ 10 ലക്ഷം മരങ്ങൾ വെട്ടിമാറ്റാനുള്ള തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ അദാനിക്ക് വേണ്ടി BJPയുടെ ഒരു കരുതലാണ് നമ്മൾ കാണുന്നത്. സാധാരണക്കാരൻ വീടില്ലാതെ നടുറോഡിൽ പെരുവഴിയിൽ മഞ്ഞും വെയിലും തണുപ്പും ഒക്കെ കൊണ്ട് നടക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ചെറ്റത്തരം എന്നുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കണം. 1 രൂപയ്ക്ക് 1050 ഏക്കർ ഭൂമി 33 വർഷത്തേക്ക് അദാനിക്ക് പാട്ടത്തിന് നൽകുന്നു എന്നാണ്. 33 വർഷത്തേക്ക്. ഇവിടെ വീടില്ലാത്ത സാധാരണക്കാരന് ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് 1 രൂപയ്ക്ക് BJP വസ്തു കൊടുക്കുമോ? ഒരു 1/2 സെന്റ് ഭൂമി കുടില് കെട്ടി താമസിക്കാൻ BJP കൊടുക്കുമോ? 1/2 സെന്റ് ഭൂമി അവർക്കൊന്ന് അന്തി ഉറങ്ങാൻ, പെൺകുട്ടികൾക്കൊന്ന് സുരക്ഷിതത്തോടെ അടച്ചുമുറിയുള്ള ഒരു വീടായി കിടന്നുറങ്ങാൻ 1/2 സെന്റ് ഭൂമി BJP നൽകുമോ? ഇല്ല. ഇവിടെയാണ് അദാനിക്ക് ഇന്ത്യ തീരെഴുതി കൊടുക്കുന്നു എന്ന് പലരും ചോദിക്കുമ്പോൾ നമ്മൾ അതിനെ പുച്ഛിക്കുകയോ മുഖം തിരിക്കുകയോ ചെയ്യേണ്ട. ചില അവസരങ്ങളിൽ നമുക്കത് തോന്നിപ്പോകും. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസനത്തിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് അംഗീകരിക്കേണ്ടി വരും. പല കാര്യങ്ങളിലും അദ്ദേഹം പല പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള ഒരുപാട് പദ്ധതികൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ വേണ്ടി ഒരുപാട് പദ്ധതികൾ അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങൾക്കൊക്കെ വേണ്ടി നടപ്പിലാക്കിയിട്ടുണ്ട്. ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ കേരളത്തിൽ പിണറായി വിജയൻ കാണിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് തെണ്ടിത്തരവും ചെറ്റത്തരവുമാണ് കേന്ദ്ര സർക്കാർ കാണിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത്രമാത്രം ക്രൂരതയായിട്ടുള്ള കാര്യങ്ങളാണ് ഈ അദാനിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അദാനിയുടെ പ്രധാനമന്ത്രിയാണോ അംബാനിയുടെ പ്രധാനമന്ത്രിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലപ്പോഴും പല സുഡാപ്പികളും ഒക്കെ രംഗത്ത് വരാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും പല ഉദാഹരണങ്ങൾ പറഞ്ഞ് തിരുത്താറുണ്ട്. അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ അതൊക്കെ കൃത്യമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തിരുത്തിപ്പോകുന്നത്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് RSS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സ്വയംസേവ സംഘടന, അവർക്ക്
ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം എന്നുള്ള നിലയിലേക്കാണ് അവർ പോകുന്നത്. തീർച്ചയായിട്ടും RSSൽ വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ ആ നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാനൊന്നും ഇന്ത്യയിലുള്ള ഒരു ജനങ്ങൾ അനുവദിക്കില്ല. കാരണം ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണ്. ഏകാത്വത്തിൽ നാനാത്വത്തിൽ ഏകത്വമായി ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഒരിക്കലും ഇന്ത്യക്ക് അത്തരത്തിലൊരു BJP അത്തരത്തിലൊരു കാര്യങ്ങളൊക്കെ നടപ്പിലാക്കൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ അദാനിക്ക് വേണ്ടി നമ്മുടെ വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, നമ്മുടെ ഏക്കർ കണക്കിന് ഭൂമികൾ, നമ്മുടെ എണ്ണ സംഭരണശാലകൾ, നമ്മുടെ എന്താ പറയുക എണ്ണ ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകൾ, ഇതൊക്കെ അംബാനിക്കും അദാനിക്കും വേണ്ടി മാത്രം തീരെഴുതി കൊടുക്കുന്ന ഒരു സർക്കാർ ഇന്ത്യ ഭരിക്കുകയാണ് എങ്കിൽ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളാക്കുന്നു, എല്ലാം 53 വർഷത്തേക്ക് തുറമുഖങ്ങൾ കൊടുക്കുന്നു, എയർപോർട്ടിലൊക്കെ ചെന്ന് കയറിയാൽ നമ്മുടെ സർക്കാരാണ് എയർപോർട്ടിന്റെ ഒക്കെ നിയന്ത്രണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ചായക്കൊക്കെ 120 160 രൂപയാണ്. അപ്പോ നമ്മള് ഇത്തരത്തിൽ ഒരു ചായയൊക്കെ നമ്മൾ അവിടെ നിന്ന് ഒരു ആഹാരം കഴിച്ചാൽ 1000-600 നിസ്സാര പൈസക്കൊക്കെ ആയിരിക്കും. നമ്മൾ ചിലപ്പോൾ ഒരു 10,000 രൂപയ്ക്കൊക്കെ ആയിരിക്കും ഒരു പ്രവാസി ഗൾഫിലെ ജോലിക്കോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ ജോലിക്കൊക്കെ പോകുന്നത്. വളരെ തുച്ഛമായ ശമ്പളമായിരിക്കും. എയർപോർട്ടിൽ കയറി ഒരു ആഹാരം കഴിക്കണമെങ്കിൽ അതിൽ വലിയ പണക്കാരന്മാർക്ക് മാത്രമേ ഇപ്പൊ എയർപോർട്ടുകളിൽ ആഹാരം കഴിക്കാൻ കഴിയൂ. കാരണം അത്രത്തോളം പണമാണ് അവിടെ നിന്ന് ഈടാക്കുന്നത്. ഒരു സാധാരണക്കാരന് ഒരു ചായ പോലും കുടിക്കാൻ കഴിയില്ല. ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ അവന്റെ പോക്കറ്റ് കാലിയാകും. ആ തരത്തിലേക്കാണ് എയർപോർട്ടിലെ ഒക്കെ പണം. എന്നിട്ട് പറയുന്നത് ഇത് അവരാണ് എയർപോർട്ട് നവീകരിച്ചത്, അവരാണ് അവിടുത്തെ സെക്യൂരിറ്റി നോക്കുന്നത്, അവിടെ CRPF അല്ലെങ്കിൽ BSF ആണ് അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സ്. അവർക്ക് ശമ്പളം കൊടുക്കുന്നത് അദാനിയുടെ വീട്ടിൽ നിന്ന് എടുത്തിട്ടല്ല, അംബാനിയുടെ വീട്ടിൽ നിന്ന് എടുത്തിട്ടില്ല. അവിടെ സാധാരണ ജനങ്ങളുടെ, ഇന്ത്യയിലെ ജനങ്ങളുടെ നികുതി പണം എടുത്തിട്ടാണ് ഇവർക്കൊക്കെ ശമ്പളം നൽകുന്നത്. പക്ഷേ അവിടുത്തെ ഫുൾ നിയന്ത്രണവും അവിടുത്തെ വരുമാനവും ഒക്കെ കൊണ്ടുപോകുന്നത് അംബാനിയും അദാനിയുമാണെന്നാണ്. ഇവിടെയാണ് കേന്ദ്ര സർക്കാർ ചോദ്യം ചെയ്യപ്പെടുന്നത്. എത്രയൊക്കെ വികസനം ഉണ്ടാക്കിയാലും ഈ ചോറെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നടുക്കൊരു കോഴിക്കാട്ടം വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കാൻ കഴിയും. അതുപോലെയാണ് ഇപ്പോ ഇന്ത്യയുടെ BJP സർക്കാർ നിലനിൽക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം എല്ലാം കാണിച്ചു വെക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്നിട്ട് അവസാനം ഇന്ത്യയുടെ പല നമുക്ക് ആവശ്യപ്രദമായ പല കാര്യങ്ങളും ഇപ്പൊ ബീഹാറിൽ തന്നെ എന്തിനാണ് ഈ പവർ പ്ലാന്റിനൊക്കെ അദാനിക്ക് 33 വർഷം കഴിയുമ്പോൾ ഇത് അദാനി തിരിച്ചു കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് അത് ചിലപ്പോൾ എഴുതി വെക്കുമായിരിക്കും. പക്ഷെ എങ്കിൽ പോലും ഈ കോർപ്പറേറ്റുകൾക്ക് താങ്ങി നിൽക്കുന്ന സർക്കാരുകളാണ് പലപ്പോഴും ഇന്ത്യ ഭരിക്കുന്നത്. അവർക്ക് കോർപ്പറേറ്റുകളെ താങ്ങി നിൽക്കാൻ കഴിയും. ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്ന ആൾക്കാരൊക്കെ അവർക്ക് രാജാക്കന്മാരെ പോലെയാണ്. സാധാരണക്കാർ പട്ടികളെ പോലെയും ഏറ്റവും കൂടുതൽ നികുതി കൊടുക്കുന്ന ആളുകൾ അവർക്ക് രാജാക്കന്മാരെ പോലെയാണ്. പക്ഷേ ഈ ചെറ്റത്തരവും ഈ തണ്ടിത്തരവും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം BJP പലപ്പോഴും ജയിക്കുന്നത് BJP പലപ്പോഴും വികസനത്തിന്റെ കാര്യത്തിൽ മുന്നിലെന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ പലപ്പോഴും ജയിപ്പിക്കുന്നത്. പക്ഷേ ഇത്തരം തെമ്മാടിത്തരങ്ങൾ കാണിക്കുകയും അതിൽ പ്രതിഷേധിക്കുന്ന ജനങ്ങളെ കരുതൽ തടവിലാക്കി വയ്ക്കുകയും ചെയ്യുന്ന ഈ നിലപാടിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും.